ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇന്നതേ മോർണിംഗ് തന്നെ എണീറ്റ് ഞാൻ ഒപ്പം ഒരു റീലും കൂടെ ചെയ്യണ്ട കേട്ടോ, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ അതിൻ്റെ ഷോർട്സും കൂടെ എടുക്കണേ. മോർണിംഗ് തന്നെ ആദ്യമേ എൻ്റെ വയറ്റിലേക്ക് പോകുന്നത് ഈ ഒരു വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് ആയിക്കോട്ടെ. ഞാനിപ്പോൾ ഒരു 8 മന്ത് പ്രഗ്നൻ്റ് ആണ്, പക്ഷേ ഇപ്പോഴും വോമിറ്റിങ്ങും കാര്യങ്ങളുണ്ട് കേട്ടോ. ടാബ്ലറ്റ്സ് കഴിച്ചില്ല എന്നാണെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. സോ ടാബ്ലറ്റ്സ് എടുത്തിട്ട് ഫസ്റ്റ് എൻ്റെ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഉണക്കമുന്തിരി ഇങ്ങനെ രാത്രിയിൽ അങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കും, മോർണിംഗ് അത് കുടിക്കും കേട്ടോ പിഴിഞ്ഞ്. അതാണ് ഫസ്റ്റ് ഡ്രിങ്ക്. ഈഫക്കും ഇത് തന്നെ അണ്ട കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ചെയ്തെടുക്കണം, നമ്മൾ നല്ലപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ജ്യൂസ് കിട്ടുള്ളൂ. എന്നിട്ട് അലിച്ചിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ. പ്രത്യേകിച്ച് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ലതാണ് കേട്ടോ ഇത് കുടിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കുടിക്കുന്നത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കോൺസ്റ്റിപ്പേഷൻ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ ഈ നമുക്കും ഭയങ്കര ഹെൽപ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്ര ഉണ്ട്. ഞാൻ ഇച്ചിരി അധികം തന്നെ എടുത്ത് ഇടാറുണ്ട് കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ ഇത് ഞാനും കുടിക്കും, ഇതിൻ്റെ ഇത്തിരി ബാക്കി ഈഫയ്ക്കും കൊടുക്കും കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെയാണ് ചെയ്യണത്. പിന്നെ ഇന്ന് എനിക്കുണ്ടാവുന്നത് ക്ലിപ്പിങ്സൊക്കെയാണ് വീഡിയോയിൽ ഇട്ടേക്കണേ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഫുഡെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡറാണ്. മോർണിംഗ് ചായയും കാര്യങ്ങളൊന്നും മോർണിംഗ് എന്നല്ല, ഇപ്പോൾ ചായ ഒന്നും കുടിക്കാറില്ല. പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ ജസ്റ്റ് എടുക്കുക, ഹോട്ട് വാട്ടർ ഒഴിക്കുക, കുടിക്കുക. നമ്മുടെ കുറുക്ക്, നമ്മൾ റാഗിയൊക്കെ ചെയ്യൂലേ, റാഗിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറുക്കില്ല, അതേപോലെ ഇരിക്കട്ടെ. ഇതൊരു കുറേ ഗ്രെയിൻസ്, നട്ട്സ് അതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു പൗഡറാണ് കേട്ടോ. അത് ഞാൻ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനൊരു ടിന്നിലിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ അത് കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൊരു കുറുക്കൊക്കെ കുടിച്ച് കഴിയുമ്പോൾ വയറ് ഫില്ലാവണമല്ലേ. അത്യാവശ്യം കുറച്ച് നേരം ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു 1 hour ടമ്മി നല്ല ഫില്ലായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് എല്ലാ ദിവസവും ഞാൻ കുടിക്കുന്നത് കേട്ടോ. ഇത് 2 നേരം കുടിക്കണം. ശരിക്കും അത് പാലിൽ കലക്കിയാണ് കുടിക്കേണ്ടത്. പാൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ മോർണിംഗ് തന്നെ ഒട്ടും എനിക്ക് പറ്റാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഹോട്ട് വാട്ടറിൽ കലക്കി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കേട്ടോ ചെയ്യണം. പിന്നെ അതതിന് സാറ്റർഡേ, എല്ലാ സാറ്റർഡേയും മുടങ്ങാതെയുള്ള എൻ്റെ ഒരു ഇതാണ് നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ ഇടുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ജസ്റ്റ് വാഷ് ചെയ്യാൻ ഇട്ടാൽ മതി, ബാക്കി കൊണ്ടുപോയി വിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ട കേട്ടോ. അതൊക്കെ ഹെൽപ്പ് ചെയ്തോളും. കാരണം എനിക്കതും കൊണ്ട് പൊക്കത്തേക്ക് കയറാനൊന്നും പറ്റില്ല. അപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യാൻ രാവിലെ തന്നെ ഇട്ടു. പക്ഷേ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്, എന്നാലും അകത്താണെങ്കിലും പൊക്കത്ത് മുറിയിൽ വിരിക്കാം. കുറേ ആവുന്നുണ്ട്. നാളെയാണ് നമുക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ ഇന്നെല്ലാം ക്ലീനാക്കി ഇടണം എന്നോർത്ത് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഡ്രിങ്ക് പതിയെ കുടിച്ച്. ഇന്നൊരു സ്ലോ ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഒരു തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ചേട്ടനും ഉച്ചയ്ക്ക് പോയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രീ ആണ്. പിന്നെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം കേട്ടോ. ഫ്രൂട്ട്സാണ് കഴിക്കണത്. ഫ്രൂട്ട്സ് മാത്രമേ ഇപ്പോൾ കഴിക്കാറുള്ളൂ, വേറെ ഒന്നും കഴിക്കാറില്ല കേട്ടോ. പിന്നെ വാവയ്ക്കാണെങ്കിൽ ഇച്ചിരി വെയിറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ സ്കാനിങ് പറഞ്ഞ്, അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനും കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയൊരു ഷൂട്ട് ചെയ്യാമെന്ന് ഓർത്താണ് കേട്ടോ. ഒരു 1 hour ഞങ്ങൾ റെഡിയായി കഴിഞ്ഞട്ടോ. അപ്പോൾ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഇട്ട് തന്നെ ചെയ്യാമെന്ന് ഓർത്തോട്ടോ. കാരണം നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ബ്ലാക്ക് തീമിൽ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും വേണം കേട്ടോ. അപ്പോൾ ഈഫനെ ഞാൻ റെഡിയാക്കി. ഈഫ വാ കാണിക്കട്ടെ. ഈഫ നല്ല അടിപൊളിയായിട്ട് റെഡിയായൊക്കെ നിൽക്കുകയാണ് കേട്ടോ, ഫുൾ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പോൾ നമ്മുടെ ഷൂട്ട് കാണാം. ഷൂട്ടിൻ്റെ ഒരു ബിഹൈൻഡ് സീൻ പോലെ ഞാൻ ജസ്റ്റ് സ്റ്റാൻഡിൽ വെച്ചേക്കട്ടെ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നമുക്കിനി ഷൂട്ട് ചെയ്യാം.
12 മണിക്ക് ചേട്ടന് പോകണ്ടേ? വേഗം ഷൂട്ട് തീർക്കേണ്ടതുണ്ട് കേട്ടോ. റൂമിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന. ഈ ഒരു വോൾ ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇഫയും കൂടി ഒന്നുണ്ടല്ലോ എന്നോർത്ത് നമ്മൾ 2-3 പിക്സ് റൂമിൻ്റെ അകത്തും അല്ലാതായിട്ട് ഇങ്ങനെ ഒരു ഇൻഡോർ ചെയ്യാന്നോർത്ത് അങ്ങനെ ചെയ്യണുണ്ട്. പക്ഷേ നമ്മൾ 3 നേരമായിട്ടൊക്കെ നിന്ന് ചെയ്യാൻ നോക്കിയിട്ട് നടക്കണില്ല. കാരണം നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്യാനോ അങ്ങനെ നമ്മൾ വിചാരിക്കണ ഇതൊന്നും പറ്റണില്ല കേട്ടോ. ഇത് വെറുതെ ഒന്ന് എടുക്കുന്നുള്ളൂ. ശരിക്കുള്ള നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നുള്ളൂ. ഈ ഒരു വീക്ക് തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അധികം വൈകണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഡ്രസ്സും കാര്യങ്ങളും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇഫനെ ഇങ്ങനെ എല്ലാവരുടെയും സിംഗിൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തീർന്നിട്ടോ. കുഞ്ഞ് ഷൂട്ടായിരുന്നു, എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. പിന്നെ ഒറ്റക്ക് തന്നെ എടുക്കുന്നതുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പിന്നെ ഇപ്പം നമുക്കൊരു ഇപ്പം തന്നെ മണി 12 ആയിട്ടോ. ഫുഡ് വെച്ചിട്ടില്ല ഇതുവരെ. ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു 1 ഇയറിന് മേലായിട്ടുണ്ടാവും ഫിഷ് കറി വെക്കാമെന്ന് ഓർത്താണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് അമ്മയാണ് എല്ലാം ചെയ്യണതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു അമ്മ ഒന്നും വെക്കണ്ട, ഞാൻ വെച്ചോളാം ഉച്ചയ്ക്ക് എന്ന്. അപ്പം എൻ്റേതായ ഒരു ടേസ്റ്റിന് വെക്കാമെന്ന് ഓർത്താണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അത് വെക്കണം. എല്ലാം കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ചട്ടിയിലിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാതെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു എനർജി വേണമല്ലോ. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ 10-11 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിക്കും കേട്ടോ. പിന്നെ ഫ്രൂട്ട്സും കഴിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ജ്യൂസാക്കിയ അങ്ങനെയൊക്കെ കുടിക്കാറുണ്ട്. ഇന്നിപ്പോൾ ആപ്പിളാണ് കേട്ടോ കിട്ടിയേക്കണം. ആപ്പിൾ കഴിക്കാം. ആപ്പിൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ എല്ലാ ഫ്രൂട്ട്സും കഴിക്കണം എന്നുള്ളത് കൊണ്ട് കഴിക്കും കേട്ടോ. പിന്നെ ഗുവ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പണി നടക്കണോണ്ട് ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? അപ്പം നമുക്കിനി മീൻ കറി വെക്കാം. ഇവിടെ വെച്ചിട്ടാണ് നല്ല മുടിക്ക് പെട്ടെന്നൊരു ഷൈനിങ് വന്നാൽ എൻ്റെ ആ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ. എപ്പോഴും അതെ, അങ്ങനൊരു ഷൈനിങ് കിട്ടും. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഡിസംബറിൽ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മുടി നല്ല ഡാമേജ് ആയിരിക്കുന്നതാണ്. ഓൾറെഡി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും എടുക്കണം. പക്ഷേ ഇടയ്ക്ക് ഇതേപോലെ ഷൂട്ടൊക്കെ വരുമ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഡ്രയർ ആ ഒരു സാധനം ഞാൻ യൂസ് ചെയ്യും. അടിപൊളിയാണ് കേട്ടോ. നല്ലപോലെ ഹെയർ സെറ്റാവും. എൻ്റെ പോലത്തെ ഈ ഒരു ടെക്സ്ചറാണ്. എനിക്ക് ഓൾറെഡി സ്ട്രെയിറ്റ് ഹെയർ ആണ്. അപ്പോൾ ആ ഒരു ടെക്സ്ചറാണെങ്കിൽ നല്ലോണം നിൽക്കും. എനിക്കിനി പതിയെ മീൻകറി വെക്കാം. ഞാൻ കാണിക്കണമൊന്നുമില്ല കേട്ടോ. എൻ്റെ മീൻകറി എങ്ങനെ എല്ലാവരും വെക്കണമല്ലേ നോർമലി. മാങ്ങയും ഇട്ടിട്ടുണ്ട്. പക്ഷേ കളർ ഉണ്ടോ? ഈ ഒരു കളർ കേട്ടോ. പച്ചയെല്ലാം തോന്നാം. ഉണ്ട്. മീൻകറി വളവോന്നും അറിയില്ല. നല്ല മാങ്ങയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെച്ചോക്കാം. തേങ്ങ അടിക്കാം. തേങ്ങയൊക്കെ അടിക്കാൻ എൻ്റെ കയ്യിലൊരു ജാറുണ്ട്. ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ഇതിലിങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വശിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് തേങ്ങ ഇട്ടാൽ മതി.
അകത്തൂടെ വന്നോളും. അപ്പോൾ നമ്മൾ അരിക്കേണ്ട ആവശ്യമില്ല, ഈസി. ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെ ഞാൻ കണ്ടത്, നമ്മൾ അരിക്കണ്ട കേട്ടോ. ഡബിൾ ഇതല്ല, ഇത് തേങ്ങാപ്പാല മതിയില്ല, 2 പാലെടുക്കണം. നല്ലപോലെ ഞാൻ അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വ്ളോഗിലെ മിക്ക സീനും കിച്ചൺ തന്നെ ആയിരിക്കും. കിച്ചണിൽ കയറിയാൽ പിന്നെ കിച്ചണിൽ തന്നെ. ഇന്നിപ്പോൾ ഈവനിങ് ആയിട്ടാ. ഈവനിങ് ടൈമിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം ഷോർട്സും കൂടെ എടുത്തുകൊണ്ട് വാട്ടാ വീട്ടിനിടെ. അപ്പോൾ എല്ലാവരും ചെയ്യണം കണ്ടിട്ട് എനിക്കൊരാഗ്രഹം. ഇതിപ്പോൾ ഈവനിങ് കുഞ്ഞുറക്കമൊക്കെ ഉറങ്ങി. ഉച്ച സമയത്ത് ഇത്തിരി നേരം കിടന്നുറങ്ങും കേട്ടോ. ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ജ്യൂസായിട്ട് എന്തെങ്കിലും കുടിക്കും. കാരണം ഞാൻ പാൽ കുടിക്കില്ല. അപ്പോൾ പാലൊഴിച്ച് ഇങ്ങനെ ജ്യൂസിൽ പാൽ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഷേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ ഒന്നിപ്പോൾ ഗ്രേപ്പാണ് കിട്ടിയേക്കുന്നത്. സാധാ ബനാന, പാല്, ബൂസ്റ്റ്, എൻ്റെ ഹെൽത്ത് പൗഡർ, പ്രോട്ടീൻ പൗഡർ കൂടെ മിക്സ് ചെയ്തിട്ടാണ് എല്ലാ ദിവസവും ഈവനിങ് കഴിക്കുന്നത് കേട്ടോ. അപ്പം ചിലപ്പോൾ ചേഞ്ചിന് എല്ലാ ദിവസവും അത് കഴിക്കുമ്പോൾ മടുക്കുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ എടുക്കും, എന്തെങ്കിലും ഫ്രൂട്ട് എടുക്കും, മിൽക്ക് ഇട്ട് ഗ്രേപ്പ് അടിച്ചിട്ടാ. പിന്നെ കഴിക്കാനായിട്ടാണെങ്കിലും എണ്ണയിൽ വറുത്തതൊന്നും കഴിക്കുന്നില്ല കേട്ടോ ഇപ്പം. വൈകിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ ചിലപ്പോൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ വല്ല പഴംപൊരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ 1-2 ഒക്കെ ടേസ്റ്റ് ചെയ്യും. അല്ലാന്നാണെങ്കിൽ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും തന്നെയാണ് കഴിക്കണം. കഴിക്കൽ കുറവാണ്, ഞാൻ കുടിക്കുക, ജ്യൂസാക്കി കുടിക്കുക, അങ്ങനെയാണ്. വയറ് പെട്ടെന്ന് ഫില്ലാവുമല്ലോ. ഇതിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പീനട്ട്, നമ്മുടെ കപ്പലണ്ടി, പച്ച കപ്പലണ്ടി ഇങ്ങനെ ആവിയിലിങ്ങനെ ഇച്ചിരി ഉപ്പ് വരട്ടിയിട്ട് ആവിയിലിങ്ങനെ വേവിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതും ഇതും കൂടെയാണ് ഇന്ന് കഴിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. നല്ല ചൂടുണ്ട്. ഇതിങ്ങനെയില്ലേ, നമ്മുടെ കപ്പലണ്ടി നമ്മുടെ ചെന്നൈയിലായിരിക്കുമ്പോൾ, ചെന്നൈയിലാണെങ്കിൽ ഈ മറ്റേ തൊലിയായിട്ട് കിട്ടും, തൊലിയോടെ കിട്ടും. അത് നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുക, കുക്കറിലിട്ട് അല്ലെങ്കിൽ ആവിയായിട്ടൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് പൊളിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പരിവമുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ച കപ്പലണ്ടി ഇങ്ങനെ വാങ്ങിയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അതിങ്ങനെ ആ ഉപ്പ് തിരുമ്മി ഇച്ചിരി വെള്ളം ഇട്ടിട്ട് നല്ലപോലെ തിരുമ്മിയിട്ട് ആവിയേറ്റി എടുക്കുമ്പോൾ സെയിം ടേസ്റ്റ് കിട്ടും. മറ്റേ നമ്മൾ പൊടിച്ചൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു രസമല്ലേ. അപ്പം അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഈവനിങ്ങിൻ്റെ സ്നാക്സ്. നമ്മളങ്ങനെ ഇന്ന് പുറത്തൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. പുറത്തിറങ്ങണ്ട എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കണപ്പോഴാണ് ഞാൻ വ്ലോഗ് എടുക്കണതിന് കളിയാക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ കാറിൻ്റെ ഒക്കെ പരിശോധനയ്ക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ട്, പക്ഷേ വോയിസിൽ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഗ്ലാസ് തുറന്നിട്ടേക്കായിരുന്നു അതിൻ്റെ ഒച്ചയൊക്കെ, കാരണം ഒട്ടും ക്ലിയർ അല്ല കേട്ടോ. അതാണ് കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വൈറ്റ് ഡ്രസ്സ് അവിടെ ഉണ്ടാകുന്ന നോക്കാമെന്ന് ഓർത്തൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ചേട്ടന് പോകേണ്ട ആവശ്യം പെട്ടെന്ന് ഒരു വീട് വന്നിട്ടോ. അപ്പോൾ ഞങ്ങളെ പോകാൻ വേണ്ടി നിൽക്കണേണ് പുക പരിശോധന കഴിഞ്ഞിട്ട്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ് വന്നിട്ട്. അപ്പോൾ ഇങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കാൻ എന്നെക്കൊണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പറ്റില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സ്റ്റാൻഡ് വെച്ചാണെങ്കിലും അല്ലാണ്ട് കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് ചാനലൊന്ന് ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോൾ തന്നെ ഒന്ന് ഇച്ചിരി ആക്റ്റീവായിട്ടിരിക്കും ചാനൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഒരാളുടെ മാത്രം എഫേർട്ടിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് കാരണം പ്രൊഫഷണലായിട്ട് ചെയ്യണമല്ലോ. നമ്മുടെ ഇതിനു മുമ്പത്തെ ചേട്ടനായിട്ട് ചെയ്തേക്കുന്ന വീഡിയോസൊക്കെ തമ്മിൽ ഭയങ്കര അപാര ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചാനലൊന്ന് ആക്റ്റീവ് ആക്കുക, ചാനലിനൊരു അനക്കം വരുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഇടണേ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളും എൻ്റെ പേഴ്സണലായിട്ടുള്ള കുഞ്ഞു ക്ലിപ്പിങ്സും കാര്യങ്ങളും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒരു കമൻ്റ് അല്ലേ അതൊക്കെ ഇടാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇതൊക്കെ കഴിഞ്ഞ് പതിയെ പോകുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു സൺഡേ വീഡിയോ വ്ളോഗൊക്കെ ആയിട്ട് കാണുന്നവരെ ബൈ.